ഹലോ ഗൈസ്, വെൽക്കം ടു യുവർ കപ്പിൾ. അപ്പോൾ ഞങ്ങളുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഴയ റാസൽ ഗെയിമ ടീമുണ്ട്. നിങ്ങൾ പഴയ ബ്ലോഗ് കണ്ടവർക്ക് അറിയാം, പ്രമോദേട്ടൻ ആൻഡ് ഫാമിലി. എൻ്റെ ഫാമിലിയാണ് അവര്. യെസ്. എൻ്റെ അമ്മായിയുടെ ഹസ്ബൻഡിൻ്റെ അനിയൻ, പിന്നെ രജയേട്ടൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ, ഈ രണ്ട് വീട്ടിൽ പോയ വ്ളോഗാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതിൽ പ്രമോദേട്ടൻ്റെ വീട്ടിൽ എല്ലായ്പ്പോഴും ഉള്ള പോലെ ചെറിയൊരു പാട്ടും ഗാനമേളൊക്കെ ഉണ്ട്. ഇവളടക്കം പാടിയുണ്ട്. അവരായിട്ട് എപ്പോ പോയാലും പാടും. എല്ലാരും പാട്ട് പാടിയുണ്ട്. നല്ല രസമുണ്ട്. തീരെ പാട്ട് പാടാത്ത ആളാണ്, എനിക്ക് പാടാനേ അറിയില്ല. ആ അവളടക്കം പാടിയുണ്ട്. അവരായിട്ട് കൂടെ അവര് പാടിപ്പിക്കും. പാട്ടിനെ പ്രണയിക്കണവരും പിന്നെ ഇവിടെ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരും എല്ലാരും ബ്ലോഗ് പാടിയിട്ടുണ്ട്. എന്തായാലും കാണണം, മറക്കരുത് ഫുള്ളായിട്ട്. പിന്നെ എന്റെ അമ്മായിയുടെ മോന്റെ അടുത്ത് പോയി, അങ്ങനെ അവരെടപ്പള് താമസിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പോയി മോനൊക്കെ ഒന്ന് കണ്ട് വന്ന്, അങ്ങനെ ചെറിയ സന്തോഷമുള്ള നിമിഷങ്ങള്. അപ്പൊ എന്തായാലും എല്ലാരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെല്ലാവരും ഒരുങ്ങി ഇറങ്ങി. ഇല്ല, ഫിറു വേറെ പരിപാടി ഉണ്ട് പറഞ്ഞിട്ട് ഫോണും ഇരുന്ന്. അപ്പൊ അച്ഛൻ വെയിറ്റ് ചെയ്ത് തൊണ്ട നനക്കാണ്, വെള്ളം കുടിക്കാണ്. അമ്മ അച്ഛൻ്റെ ഒരു അടുക്കളയിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തോളാന്. ഗൈസ്, ഞങ്ങള് സംസാരിച്ചിരുന്ന നേരം വൈകി. ഇവരെ മനസ്സിലായ ഞങ്ങക്ക്? പണ്ട് നമ്മള് ഗൾഫിലത്തെ വ്ളോഗിൽ അധികം പേരുണ്ടാവും. നമ്മളെ വീട്ടിൽ വരും. പിള്ളേരൊക്കെ വലുതായി. ഇതാ മാളൂസ്, എന്റെ താത്താടെ മക്കൾക്കൊക്കെ അറിയാം അവരെ. പിന്നെ ഇവന്റെ പേര് പൊന്നെ. നമ്മളെ പൊന്നെ എല്ലാം മാറിയിരിക്കണ്. ഇക്കെല്ലാം മാറ്റം തോന്നി. അവരെ വീട്ടിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഇളം വെച്ച് സ്മാർട്ടായിക്കണ്. അതെ, ഷില്ലു പിന്നെ എപ്പോഴും ഉണ്ട്, പാപ്പന്റെ കൂടെ. അതെ. അപ്പോ ഇവർക്ക് എത്താൻ ഞങ്ങൾ കുറെ ലേറ്റ് ആയി. എന്നാലും ഞങ്ങൾ കൊറേ കഥയൊക്കെ പറഞ്ഞു. പക്ഷെ വ്ളോഗ് എടുക്കാം. അപ്പൊ ഇവരൊക്കെ ഒന്ന് പാടും. അപ്പൊ ഇന്ന് മാളുവിന്റെ പാട്ട് ആൻഡ് ഷില്ലുവിന്റെ പാട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാരും ഫുള്ളായിട്ട് കാണണം. അതെ. അപ്പൊ നെക്സ്റ്റ് അവര് ഫുഡ് റെഡി ആക്കിണ്ട്. അപ്പൊ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പൊ വരി, എല്ലാരും ഇരിക്കും, ഫുഡ് കഴിക്കാം. അപ്പൊ എന്തായാലും ഗൈസ്, ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ. സ്പെഷ്യൽ ഫുഡുകളൊക്കെയാണ്. ഞങ്ങൾ ഒന്നും വേണ്ട പറഞ്ഞാണ്, പക്ഷെ ഇവര് നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ്. ഞങ്ങള് പോവാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ പ്രമോദേട്ടനും ഫാമിലിനും കണ്ട ഞങ്ങള് പാട്ട് പാടാതെ പോവാറില്ല. അപ്പൊ അത് പാടിയേ പറ്റൂ എന്നുള്ള നിർബന്ധത്താൽ പാടാണ്. പക്ഷെ സ്റ്റാർട്ടിങ് ഷില്ലുവാണ്. ഷില്ലുവിന്റെ പാട്ടൊക്കെ ഏതോ ചെറിയ കുട്ടിയാകുമ്പോ കേട്ടതാ, വലുതായിട്ട് കേട്ടിട്ടില്ല. പക്ഷെ പാടിക്കോ, കാണാം. പ്രമോദ് ബാപ്പ ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഏത് പാടാത്തവരും പാടും. അതാണ് അവസ്ഥ. പ്രമോദ് ബാപ്പ ഉണ്ടെങ്കിൽ എന്നിട്ട് ക്വാളിറ്റി അത്ര അച്ഛങ്ങനെ കേൾക്കാതിരിക്കുക ഷില്ലുവിന്റെ പാട്ടൊക്കെ. പാടി വീഡിയോക്ക് നോക്കണ്ട, ഇങ്ങനെ പാടിക്കോ. അടിപൊളി. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടാ പ്രമോദ് ബാബു പറഞ്ഞ പോലെ. തെളിയിച്ച്. അയ്യോ, ഞാൻ പാടില്ല കേട്ടാ. ഞാൻ മാറ്റി പറയാ. അടിപൊളിയായിട്ട് പാടുന്നു. ഞാൻ വിചാരിച്ച് ഷില്ലുവിന് ഡാൻസ് കളിക്കാനുള്ള കഴിവുള്ളൂ, പാട്ട് പാടും അങ്ങനെ അറിയാം. പക്ഷെ ഇത്ര പാടും അറിയണ്ടായിരുന്നില്ല. തെളിയിച്ച്
പാടാറിനോരൊക്കെ പാടാ, എല്ലാരും വീഡിയോ എടുക്കാനാണ് നിൽക്കണം. രമ്യ ചേച്ചിക്ക് പാടോ? പിന്നെ അതൊക്കെ എന്തായാലും വേണോ? പാട്. അടിപൊളി 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 ചേച്ചി. അല്ല കഴിക്കോ? ചെറുക്ക വീട്ടുകാരനെ പറഞ്ഞ പോലെ പാടിക്ക. അവിടെ നിന്നിട്ട് പാടിക്ക. എനിക്ക് പാടാറില്ല കേട്ടാ, എനിക്ക് പാടാറില്ല കേട്ടാ. എന്റെ പാട്ടൊക്കെ കേട്ടിട്ട് രമ്യ ചേച്ചിയൊക്കെ ചിരിച്ചു കൊഴഞ്ഞു വീണതൊക്കെ ഇപ്പോഴും ഓർമ്മ. എനിക്കൊന്നും അറിയൊന്നുമില്ല. രമ്യ ചേച്ചി പാട്. ഇവിടെ ആര് പാടുന്നുള്ള എന്റെ ഒരു തിരക്കിലാ. പൊന്നൻ പാടും. പാടിക്കോ, നിങ്ങക്ക് പാടാറിയണല്ലേ, പിന്നെന്താ. ഒരു മഴമുത്തം നിൻ കവിളിൽ പതിഞ്ഞു, തേനായി ഒരു കിളിനാദം നിൻ കാതിൽ കുതിർന്നുവോ, അറിയാതെ വന്നു തഴുകുന്നു നനവാർന്ന പൊൻകിനാവ്, അണയാതെ എന്നിലെരിയുന്നു അനെന്ന നോവ്, ഉണരുകയായി ഉയിരുവിരിൻ മുരളികയില്ലേതോ ഗാനം പൂവേ, ഒരു മഴമുത്തം നിൻ കവിളിൽ പതിഞ്ഞുവോ. അടിപൊളി അടിപൊളി അടിപൊളി. മലയാള സിനിമത്തെ പഴയത് ഓത്തുപള്ളി ഇവർക്കൊക്കെ ഇഷ്ടമാവും. എനിക്ക് അല്ലാത്ത പാട്ടൊന്നും ഭയങ്കര മെമ്മറിയിൽ ഉണ്ടാവില്ല. പാടിക്കോളുള്ളത് ഓത്തുപള്ളി അന്നു നമ്മൾ പോയിരുന്ന കാലം, ഓത്തു കണ്ണീ വാർത്തു നിൽക്കയാണു നീലമേഘം, കോന്തലക്കൽ നീ എനിക്കായി കെട്ടിയ നെല്ലിക്ക, കണ്ടു ചൂരൽ വീശിയില്ലേ നമ്മുടെ മുല്ലാക്ക, പാഠപുസ്തകത്തിൽ മായിൽ പീലി വെച്ച് കൊണ്ട് പീലി പെറ്റ് കൂട്ടുമെന്ന് നീ പറഞ്ഞു പണ്ട്, ഉപ്പ് കൂട്ടി പച്ചമാങ്ങ നമ്മളെത്ര തിന്ന്, ഇപ്പഴാ കഥകളെ നീ അപ്പടി മറന്ന്. കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല, മുള്ളാലേ വിരൽ മുറിഞ്ഞു മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം, കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല, കാതും കാതും കേട്ട രഹസ്യം കണ്ണും കണ്ണും കണ്ടു രസിച്ചു, പുഴയിൽ ചിതറി വെള്ളത്താമര. അടിപൊളി അടിപൊളി അടിപൊളി. പോലെ അതിനൊരു താളുണ്ട്. അല്ല സീരിയസ് ആയിട്ട് സീരിയസ് ആയി പാടും. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ നിനക്കെന്നുറങ്ങിയൊരു ചിപ്പിയാണിയമ്മ,
പക്ഷെ ധ്രുവ ഒറ്റയ്ക്ക് പാടാം. അപ്പോഴാണ് ഈണം വരുള്ളൂ. അന്നൊക്കെ നല്ല ഈണത്തിൽ പാടിയിരിക്കുന്നത്. പിച്ചാം പിച്ചാം വെക്കും കൺമണിയേ പിന്നിടി തന്നിലെ കൃഷ്ണമണി നീയേ. ഇതാണ് എൻ്റെ അമ്മായി. ഞങ്ങൾ ഇന്ന് കണ്ട് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളാണ് അമ്മായി. ഇത് ഷില്ലുവിൻ്റെ അച്ഛമ്മ. അച്ഛമ്മയ്ക്ക് ഇതുപോലെ ഭയങ്കര സ്നേഹമുള്ള ഒരാളായിരുന്നു. അപ്പം ഇന്ന് ഈ രണ്ടാൾക്കാരും ഇവിടെ ഇല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഫോട്ടോയ്ക്ക് തന്നെ നോക്കിയിട്ടില്ല. കാരണം എനിക്ക് ഭയങ്കര മനസ്സിങ്ങനെ ആകതാവുക. എൻ്റെ കണ്ണങ്ങോട്ട് പോകുമ്പോൾ ഞാൻ മാറ്റി പിടിക്കുകയായിരുന്നു. കാരണം അമ്മായി എന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹമുള്ള ഒരാളായിരുന്നു. ഇന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പം അതൊക്കെ തന്നെ. ഇതാണ് അമ്മായി, ഷില്ലുവിൻ്റെ അമ്മ. അപ്പം ഇന്ന് ഞങ്ങളെ വിട്ടുപോയി. ഞങ്ങളെ വീട്ടിലത്തെ ഏറ്റവും വലിയ ഒരു വിഷമം അത് തന്നെയാണ്. ഇന്നെൻ്റെ അമ്മായിനെ ഞങ്ങളെ വീഡിയോയിൽ ഇങ്ങനെ കാണാം. ഇങ്ങനെയെങ്കിലും ഒന്ന് കാണിക്കണം. അങ്ങനെ ഞങ്ങളിവിടെ രഞ്ജിത്തേട്ടൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്താണ് ആരവെന്ന് പറയുന്നത് റിവാന കാണാൻ വന്നതാണ്. റിവാന ഒന്ന് നോക്കടാ. അങ്ങോട്ട് മാമ വിളിക്കില്ലേ? മാമിന്റെ അടുത്ത് എന്താ നോക്ക്. അത് നോക്കിയത് ഭയങ്കര നാളാണ്. നോക്കില്ല. ഇത് കൊടുത്തിട്ടുണ്ട് നോക്കാൻ പറഞ്ഞപ്പോ കൊടിഞ്ഞ് സെറ്റായിട്ടിരിക്കും. നിന്റെ റിവാൻകുട്ടൻ കയ്യൊക്കെ ഒടിഞ്ഞിട്ട് റിവാനെ ഒന്ന് കാണിക്കി. അന്റെ ത്രിപതി ചേട്ടനൊക്കെ കാണാനല്ലോ. ഇത് രമ്യ ചേച്ചി, ഇത് രഞ്ജിത്തേട്ടൻ്റെ വൈഫാണ്. രജിയേട്ടനൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാലോ, വീഡിയോയിൽ കണ്ടിട്ട്. രജിയേട്ടൻ്റെ ഏട്ടൻ, എൻ്റെ അമ്മയുടെ മോന് അല്ലേ. ഹലോ റിവാൻകുട്ട. റിവാൻകുട്ടൻ്റെ നാടാണ് അല്ലേ. ഡാ റിവാനെ, എൻ്റെ ദ്രുപതി ചേട്ടനൊക്കെ ഒന്ന് കാണാനാണ് വീഡിയോ എടുക്കണേ. അമ്മേനെ നല്ല സ്നേഹം ഉണ്ടല്ലോ. ഉമ്മല്ലേ ഉമ്മ. ഇനി വീണ് ആരെന്തിട്ട് ഒന്നും മിണ്ടണില്ലല്ലോ. ഡോക്ടർ എന്താ പറഞ്ഞ റിവാനെ? നോക്ക് അവന് നാണാണ് ഞങ്ങളെ കണ്ടേൻ്റെ. പക്ഷേ ഈ കസാര ഞാൻ കൊണ്ടുപോകും. എന്നാ ശരി. അതിന്റെ മുഖം മാറി. എന്നാ ശരി. കസാര ശരിട്ടാ. എന്നാ പോവാ. ശരി ശരിട്ടാ. എന്താ എടുത്തോ കൈ വേദനക്കിട്ട. അയ്യോ വേണ്ട. ടാറ്റാ ബൈ. നിങ്ങളൊരു മൈൻഡ് ഉണ്ട് കേട്ടാ. ഞങ്ങളേണ് ടാറ്റാ. ഒരു പ്ലേയിങ് കിസ് തന്നെ. ഗുഡ് ബോയ്. എനിക്കില്ലേ പ്ലേയിങ് കിസ്? ഗുഡ് ബോയ്. ഞങ്ങള് പോവാട്ടാ. ശരി ടാറ്റാ. ശരി പറ. ഇവിടെ ശരി. പിന്നെ കാണാം. ശരി രഞ്ജിത്തേട്ടാ. ഓക്കെ.